ആലപ്പുഴയിൽ രക്ഷാപ്രവർത്തനത്തിൽ SIT ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിൽ ഗൺമാൻമാരായ അനിൽകുമാറും സന്ദീപും പ്രതികൾ എന്നാണ് പറയുന്നത്. ഗൺമാൻ അനിൽകുമാർ അടക്കം 5 പേർ അതിൽ പ്രതികളാണ്. അനിൽകുമാർ, സന്ദീപ്, അരുൺ, വിപിൻ, ഷൈജു എന്നിവരാണ് പ്രതികൾ എന്ന് SIT പറയുന്നു. വകുപ്പുകൾ ചുമത്താതെയാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഗുരുതരമായ ചട്ടലംഘനം ഉണ്ട് എന്നാണ് SIT വ്യക്തമാക്കിയിരിക്കുന്നത്. വകുപ്പുകൾ കൂടുതൽ അന്വേഷണത്തിന് ശേഷം ചുമത്തും എന്നും SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SIT പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. 5 പേർക്കെതിരെ വകുപ്പ് തല നടപടിക്കും ശുപാർശ ചെയ്യാനും SITയുടെ ഭാഗത്ത് നീക്കമുണ്ട്. ഇന്ന് തന്നെ ഈ ശുപാർശ DGPക്ക് കൈമാറും എന്നാണ് ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ നവകേരള യാത്രയ്ക്കിടെ നടത്തിയ ആ മർദ്ദനം, അതിനെതിരെ വലിയ നടപടി ഈ പുതിയ സർക്കാർ എടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചത്. ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, ഗുരുതരമായ ആരോപണങ്ങൾ, ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഒപ്പം കഴിഞ്ഞ മുൻ അന്വേഷണ സംഘം നിലവിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്, അതിന്റെ അന്വേഷണ രേഖകൾ എന്നിവ പരിഗണിച്ചുകൊണ്ടും ഇതുവരെ രേഖപ്പെടുത്തിയ മൊഴികളുടെ അടിസ്ഥാനത്തിലുമാണ് SIT ഒരു റിപ്പോർട്ട് ആലപ്പുഴ കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ ഗൺമാൻ അനിൽ കല്ലിയൂരടക്കം 5 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് നിലവിൽ ഈ കേസ് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അനിൽകുമാർ, സന്ദീപ് എന്നീ ഗൺമാൻമാർക്ക് പുറമെ അരുൺ, വിപിൻ, ഷൈജു എന്നീ പോലീസുകാരെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട്. ഈ 3 പേരും എസ്കോർട്ട് വാഹനത്തിലെ പോലീസുകാരാണ്. നിലവിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വകുപ്പുകളൊന്നും ചുമത്തിയിട്ടില്ല. ഗുരുതര ചട്ടലംഘനം എന്ന കണ്ടെത്തൽ SITയുടെ ഈ റിപ്പോർട്ടിലുണ്ട്. വകുപ്പുകൾ തുടരന്വേഷണം, ഈ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ അവസാനം ചേർത്ത് ാണ് SIT അറിയിച്ചിരിക്കുന്നത്. നിലവിലത്തെ SIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനം അത് ഈ നിലവിൽ ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്തിയ ശേഷമാണ് ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. 5 പേർക്കെതിരെ, അനിൽകുമാർ അടക്കമുള്ള 5 പേർക്കെതിരെയും വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് തന്നെ ഈ ശുപാർശ DGPക്ക് കൈമാറാനും SIT തീരുമാനിച്ചിട്ടുണ്ട്. അത് ആഭ്യന്തര വകുപ്പിന്റെ കൂടി അനുമതിയോടുകൂടിയാണ് ഈ വകുപ്പ് തല നടപടിക്കുള്ള കാര്യങ്ങൾ നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.